ബലാത്സംഗ കേസിൽ എൽദോസ് കുന്നപ്പള്ളിയെ നെയ്യാറ്റിൻകര ഫാസ്റ്റ് ട്രാക്ക് കോടതി 1 വെറുതെ വിട്ടു. സാക്ഷികൾ കൂറുമാറിയതിന്റെ അടിസ്ഥാനത്തിൽ മുൻ എംഎൽഎയ്ക്കു പുറമെ കേസിലെ 2ഉം 3ഉം പ്രതികളും എംഎൽഎയുടെ സുഹൃത്തുക്കളുമായ റനീഷ, സി.പി. നൂറുദ്ദീൻ എന്നിവരെയും കോടതി വെറുതെ വിട്ടു. എൽദോസ് കുന്നപ്പള്ളി തന്നെ പീഡിപ്പിച്ചിട്ടില്ലെന്ന് പരാതിക്കാരി തിങ്കളാഴ്ച നടത്തിയ വിചാരണയ്ക്കിടെ കോടതിയിൽ മൊഴി നൽകിയിരുന്നു. പരാതിക്കാരിയെ ബലമായി കാറിൽ പിടിച്ചുകയറ്റി കൊണ്ടുപോയത് കണ്ടു എന്ന് പറയുന്ന 2 സാക്ഷികളും കോടതിയിൽ പ്രതികൾക്ക് അനുകൂലമായി മൊഴി നൽകി. ഇതോടെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടു മാത്രമാണ് കേസ് ഇന്ന് പരിഗണിച്ചത്. കേസിലെ 3 പ്രതികളും അതിജീവിതയും ഇന്നലെ കോടതിയിൽ ഹാജരായിരുന്നു. എംഎൽഎ ഹോസ്റ്റലിന് മുന്നിൽ നിന്നും മറ്റൊരിക്കൽ പേട്ടയിലെ അതിജീവിതയുടെ വീട്ടിൽ നിന്നും ബലമായി കാറിൽ പിടിച്ചുകയറ്റി കോവളം ഗസ്റ്റ് ഹൗസിലെത്തിച്ച് പീഡിപ്പിച്ചുവെന്നും പിന്നീട് എറണാകുളത്തെ എംഎൽഎയുടെ വസതിയിലും സുഹൃത്തിന്റെ ഫ്ളാറ്റിലുമെത്തിച്ച് ബലാത്സംഗം ചെയ്തുവെന്നുമായിരുന്നു കേസ്. കോവളത്ത് വെച്ച് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചുവെന്നും ആരോപിച്ചിരുന്നു. തുടർന്ന് ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിച്ചതും കുറ്റപത്രം സമർപ്പിച്ചതും. ഉഭയകക്ഷി സമ്മതപ്രകാരം ഇരുവരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നാണ് മുൻ എംഎൽഎ എൽദോസ് കുന്നപ്പള്ളി അഭിഭാഷകൻ മുഖേന ഹൈക്കോടതിയെ ധരിപ്പിച്ചിരുന്നത്. ഇത് ശരിവയ്ക്കുന്ന തരത്തിലായിരുന്നു അതിജീവിതയുടെ മൊഴിയും. പ്രോസിക്യൂഷൻ ഉന്നയിച്ച എല്ലാ വാദങ്ങളും അതിജീവിത നിഷേധിച്ചു. ക്രോസ് വിസ്താരമുണ്ടാകുമെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചതോടെ അതിജീവിത കുഴഞ്ഞു വീണു. നെയ്യാറ്റിൻകര ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജി കെ.എം. സുജയാണ് കേസ് പരിഗണിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പൂവച്ചൽ എഫ്. വിനോദ് ഹാജരായി.